അമ്പുപാജി മേള നടക്കുകയാണ്. ഭഗവതി തീണ്ടാരിയായിരിക്കുന്ന സമയമാണ്. ക്ഷേത്രം തുറന്നിട്ടില്ല. ലക്ഷോപലക്ഷം ജനങ്ങളാണ് നീലാചലത്തിലുള്ളത്. ശിവശക്തിയാ യുക്തോ യതിഭവതിയാണ്. 100 ദിവസം കൊണ്ട് നമ്മൾ ആ 4-5 ലക്ഷം മൂലമന്ത്രത്തിൻ്റെ ജപം നമ്മളെ അറിയാതെ നമ്മളിലൂടെ കടന്നു പോകും. ഈ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനെല്ലാം ഈ തിഥിനിത്യ ദേവതകളാണ്. തന്ത്രം മുഴുവൻ പറയുന്ന പദ്ധതികൾ എങ്ങനെയാണ്. തിഥിനിത്യകളെ അസോസിയേറ്റ് ചെയ്ത് ശിവാത്മകമായ ചില മന്ത്രങ്ങളുണ്ട്. അങ്ങനെ 2 മതത്തിലൂടെയും അനുഷ്ഠാനം ചെയ്ത ഒരാൾ സാക്ഷാൽ ശിവതുല്യനാണ്. അത് രണ്ടും അറിയാൻ വേണ്ടിയാണോ പറയുന്നത്? രണ്ടും പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. പാർട്ട് ആൻഡ് പാർസലാണ്. കാളിപദം കൊണ്ട് മാത്രം അനുഷ്ഠാനം കംപ്ലീറ്റ് ആകുന്നില്ല. സഹസ്രനാമം ജപിക്കുക, സ്തോത്രം ജപിക്കുക, അല്ലെങ്കിൽ ദേവിയുടെ നാമങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. പാരായണ സമയത്ത് നമുക്ക് പൂർണ്ണ ശ്രദ്ധ പാരായണത്തിലല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് ആ ആൾ സമയമല്ല എന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് ധ്യാനമില്ല എന്ന് പറയാൻ പറ്റുമോ? കാതിമതം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ ആവണമെങ്കിൽ ഈ ബീജങ്ങൾ കറക്റ്റായ പ്രൊപ്പോർഷനിൽ യോജിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. മൂലമന്ത്രം അങ്ങനെ തന്നെ നിൽക്കും. ഈ മാതൃകാക്ഷരത്തെ അതിനോട് ചേർക്കും. ആദിവിദ്യ ആണെങ്കിലും കാതിവിദ്യ ആണെങ്കിലും ഏത് വിദ്യ ആയാലും ഇതിന് കാതിയും കാളിയുണ്ട്. ഈ ശ്രീവിദ്യയിൽ കാളിമതം എന്നും കാതിമതം എന്നും 2 മതങ്ങളുണ്ട്. നമസ്കാരം ശ്രീകാന്ത് സാർ. സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ ഈ സാധന, ഉപാസന, ഭക്തി എന്നിവയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി അങ്ങ് പറഞ്ഞു തന്നിരുന്നു. നമ്മളൊരു ഉപാസനാ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ സാധനയിലേക്ക് കടക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ഒരു പ്രത്യക്ഷ ഗുരു വേണം. അതിൽ യാതൊരു തർക്കവും ഒരു ഗ്രന്ഥങ്ങളും പറയുന്നില്ല. സ്വപ്നത്തിൽ കണ്ടു, ആരെങ്കിലും എഴുതി തന്നു എന്നൊക്കെ നമുക്ക് തോന്നിയാലും ചില ആൾക്കാർക്ക് വലിയ മന്ത്രങ്ങളൊക്കെ തന്നെ സ്വപ്നത്തിൽ തോന്നാറുണ്ട്. അത് അവരുടെ ഭാഗ്യമെന്ന് കൂട്ടിയാൽ മതി. പക്ഷെ അതെങ്ങനെ ചെയ്താലും ജീവനുള്ള ഒരു ഗുരുവിൽ നിന്ന് അത് വാങ്ങണം എന്നാണ് തന്ത്രഗ്രന്ഥങ്ങളെല്ലാം അനുശാസിക്കുന്നത്. നമ്മൾ കുറേ നൂറ്റാണ്ടുകൾ പുറകിൽ സഞ്ചരിക്കുമ്പോൾ പല സിദ്ധന്മാർക്കും പല പരമ്പരകളുടെ തുടക്കങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ദേവത തന്നെയാണ് കൊടുത്തിട്ടുണ്ടാവുക ആ മന്ത്രോപദേശം. പക്ഷെ അന്നത്തെ കാലത്ത് ആ വ്യക്തിയുടെ നിലയിൽ അത് അക്സെപ്റ്റബിൾ ആയതല്ലാതെ നൂറ്റാണ്ടുകളുടെ വാലിഡേഷൻ ഉണ്ട്. ഇപ്പം നമ്മളൊരു സീക്വൻസ് റൺ ചെയ്താൽ പോലും അതിന് വാലിഡേഷൻ. അപ്പോൾ ആ വാലിഡേഷനിൽ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ കുലാചാരങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും ഒരു കാലത്ത് ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ പോയി ഉപാസിച്ച് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് അദ്ദേഹത്തിൻ്റെയോ അവരുടെയോ ജീവിതം കൊണ്ട് വാലിഡേറ്റഡ് ആണ്. അപ്പോൾ അതിന് പ്രോബ്ലംസ് സംഭവിക്കുന്നില്ല. ഒരു ഇൻഡിവിജ്വൽ ഒരു ഉപാസനയോ അല്ലെങ്കിൽ ഒരു സാധനയോ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മന്ത്രോപദേശം ഒരു ജീവൻ ഉള്ള ഗുരുവിൽ നിന്ന് വാങ്ങി അത് തുടരണം. മന്ത്രോപദേശത്തിന് ചില ലോവർ ലിമിറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ പിതാവിന് വേണമെങ്കിൽ അതത്ര ഗ്രേറ്റായിട്ട് കരുതുന്നില്ലെങ്കിൽ പോലും പിതാവിന് പുത്രന് ഉപദേശിക്കാം. പിതാവിൽ നിന്ന് ഉപദേശം വാങ്ങരുത് എന്ന് പറയുന്ന തന്ത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മാതാവിന് എല്ലാ അധികാരങ്ങളും ഉണ്ട്. സോ എന്ത് മന്ത്രമായാലും മാതൃമന്ത്രമാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഒരു മന്ത്രം ജപിക്കണം എന്ന് ആഗ്രഹമുണ്ട്, വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോകണമെങ്കിൽ നമ്മുടെ അമ്മയുടെ അടുത്ത് ആ മന്ത്രം കൊടുത്ത് ആ അമ്മയിൽ കൊണ്ട് ഉപദേശിച്ച് വാങ്ങി ജപിക്കുന്നത്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ദീക്ഷ ഒന്നും വേണ്ട. അമ്മയിൽ നിന്ന് വാങ്ങി അമ്മ ക്രമമനുസരിച്ച് അമ്മയ്ക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും അമ്മയിൽ നിന്ന് മന്ത്രം വാങ്ങാം. തന്ത്രങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. മാതാവ് തരുന്ന മന്ത്രത്തിന് ഒന്നും നോക്കാൻ, ഇതൊന്നും നോക്കാനില്ലാത്ത മന്ത്രങ്ങളുണ്ട്. പഞ്ചാക്ഷരം, അഷ്ടാക്ഷരം മുതലായ മന്ത്രങ്ങളുണ്ട്. പക്ഷെ എന്നാലും മിനിമം ഉപദേശങ്ങളൊക്കെ വേണം. പല ഗുരുക്കന്മാരും അല്ലെ പല ഗ്രന്ഥങ്ങളിലും ഈ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ഗുരുവായി കണ്ടുകൊള്ളാനും അല്ലെങ്കിൽ ഗ്രന്ഥത്തെ ഗുരുവായി കണ്ടുകൊള്ളാനൊക്കെ പറയുന്നു. ഇല്ല, അത് പാടില്ല എന്ന് തന്നെ മേജറായിട്ടുള്ള തന്ത്രശാസ്ത്രങ്ങൾ അതൊക്കെ നിഷേധിക്കുന്നുണ്ട്. ഒരു ഉപാസന അല്ലെങ്കിൽ സാധനയുടെ പന്ഥാവിലേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് പ്രത്യക്ഷ ജീവൽ ഗുരു തന്നെ വേണം എന്നുള്ള ഒരു. അല്ല, പരശുരാമകൽപ്പസൂത്രം നേരെ എടുത്തു വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം? പറ്റില്ല. അത് പരശുരാമകൽപ്പസൂത്രം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. അതിനകത്ത് ഇറങ്ങി നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു
ഇത് ഒന്നാമത്തെ കാര്യം ഇതൊരു സൂത്ര ലിറ്ററേച്ചറാണ്. ഞാൻ മറ്റൊരു സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. സൂത്ര ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള മീനിങ്ങുകളാണ്. എന്താണ് ചില സമയത്ത് ആ സൂത്രം കൊണ്ട് കൺവേ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ വെറും സംസ്കൃതം കൊണ്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം പരശുരാമകൽപസൂത്രം പോലൊരു ഗ്രന്ഥത്തിന് ആകെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വാർത്തികം മാത്രമാണ്. ആ വാർത്തികത്തിന് അതിൻ്റേതായ ഒത്തിരി ഡെഫിഷ്യൻസീസ് ഉള്ള പുസ്തകമാണ്. ഭാസ്കർ രായർ അതിനൊരു കമൻട്രി എഴുതി എന്ന് പറയുന്നുള്ളതല്ലാതെ അതാരും കണ്ടിട്ടുമില്ല, അതിനെ മനസ്സിലാക്കിയിട്ടുമില്ല. അപ്പോൾ ഈ ഉള്ള വാർത്തികം വളരെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളോട് കൂടിയ ചില പോർഷനുകൾ റിപ്പീറ്റഡായിട്ട് കാണപ്പെടുന്നതായ ഒരു പുസ്തകമാണ്. പ്രക്ഷിപ്തം ഉണ്ടെന്നാണ് പറയുന്നത്. പ്രക്ഷിപ്തമല്ല, അതിൻ്റെ രീതി ശരിയാണ്. അതിൻ്റെ കമൻട്രി എഴുതപ്പെട്ട രീതി കറക്റ്റല്ല. കാരണം വ്യാഖ്യാനത്തിൻ്റെ രീതിയിൽ ധാരാളം പിഴവെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ എഴുതിയ ആള് വേറെ ഒരാളെ കുറ്റം പറയാനാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ എവിടെയാണ് കുറ്റം പറയുന്നത്, എവിടെയാണ് നല്ല കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് തരംതിരിച്ച് എടുക്കേണ്ടി വരും. സോ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇയാൾ ചില സമയത്ത് നല്ലത് പറഞ്ഞാൽ പോലും അതിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾ എടുക്കണം, എത്ര പെർസെൻറ്റേജ് എടുക്കണ്ട എന്നുള്ള ഒരു ചില സൂത്രങ്ങളൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. അത് നമ്മൾ വളരെ പുറത്തുനിന്ന് കാണുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള പദ്ധതികളിലൊന്നാണ് പരശുരാമകൽപസൂത്രം. ഞാൻ അതേന്നും സമ്മതിക്കും. കാരണം പൊതുവേ ഇപ്പോൾ പരശുരാമകൽപസൂത്ര പദ്ധതി അനുസരിച്ച് ഒരാളൊരു പൂജ കഴിക്കുകയാണെങ്കിൽ മാക്സിമം പോയാൽ ഒരു 1.5 മണിക്കൂർ അത്യാവശ്യം പൂജ ചെയ്ത് ശീലമുള്ള ആളാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അത് മാത്രമല്ല അതിൻ്റെ ഒരു എലമെൻറ്റ്. കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 24 മണിക്കൂർ വളരെ എളുപ്പമായിട്ട് മാറിക്കിട്ടും. ഉള്ളിൽ ഒരാൾക്ക് എനിക്കൊരു സാധനാവസ്ഥയിലേക്ക് കടക്കണം, അയാൾക്കൊരു ഗുരുവിനെ കിട്ടുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമാണ്. യഥാർത്ഥമായി പറഞ്ഞാൽ നമുക്ക് സാധന ചെയ്യാൻ യോഗമുണ്ടെങ്കിൽ ഗുരു വരും. ഗുരുവിലേക്ക് നമ്മൾ പോയിപ്പെടുകയല്ല ചെയ്യുന്നത്. ഗുരു നമ്മളിലേക്ക് വരും. അത് വൺ വേ ഓർ അതർ കറങ്ങി തിരിഞ്ഞത് വരും. അത് എൻ്റെ സ്വന്തം അനുഭവം മാത്രമല്ല, കണ്ടിട്ടുള്ള പല ആൾക്കാരുടെയും അനുഭവം. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ദീക്ഷകളിലൊന്നും അത്ര ഒരു അല്പം വശപ്പശകായിട്ട് നിന്ന സ്ഥലത്ത് അദ്ദേഹം കാമാഖ്യക്ക് ടൂറ് പോവുകയാണ്. അവരോട് ചോദിച്ചു കാമാഖ്യക്ക് പോട്ടെ, ഒരു കാമാഖ്യ പോയിട്ട് അത് വല്ല. അപ്പം ഞാൻ പറയുകയും ചെയ്തു, അവിടെ ആരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ മേടിക്കാതിരിക്കണ്ട, അതൊരു ചാൻസ്, ഭഗവതിയുടെ ചാൻസായിട്ട് കണ്ട്. അപ്പം അമ്പുബാജി മേള നടക്കുകയാണ്, ഭഗവതി തീണ്ടാരിയായിരിക്കുന്ന സമയമാണ്. ക്ഷേത്രം തുറന്നിട്ടില്ല. ലക്ഷോപലക്ഷം ജനങ്ങളാണ് നീലാചലത്തിലുള്ളത്. ആ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സിദ്ധപരമ്പരയിൽപ്പെട്ട ഒരു ഗുരുവിനെ യാദൃശ്ചികമായി കണ്ടെത്താനും അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ വാങ്ങാനും ഇന്ന് പടിപടിയായിട്ട് ആ സമ്പ്രദായത്തിൽ അദ്ദേഹം ഉപാസന ചെയ്തുകൊണ്ടിരിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഗുരു മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുക. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഇയാൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഇതേപോലെ അനുഭവം പറഞ്ഞിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ പാർക്കിലിരുന്ന സമയത്ത് ഒരാൾ വന്ന് ഒരു മന്ത്രം എഴുതി കൊടുത്തു, ഇത് ജപിക്കാൻ പറഞ്ഞു. അങ്ങനെ അതേ രീതിയിൽ പറയും. പഴനിയിലിരുന്നപ്പോൾ പറഞ്ഞു. അങ്ങനെ പല ക്ഷേത്രങ്ങളിലും ഇരിക്കുകയും പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇരുന്നപ്പോൾ ഇതുപോലെ അവധൂതനെ പോലെ ആളുകൾ വന്ന് കൊടുത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഡെഫിനറ്റ്ലി ചെയ്യാം. പിന്നീട് ഒരു പരമ്പരയിൽ അറ്റാച്ച് ആവുകയും ഒക്കെ ചെയ്യുന്നത് അവരവരുടെ കർമാനുഗുണമായിട്ട് സംഭവിക്കുന്ന ഒരു ഇതാണ്. ഒരു പരമ്പരയിൽ പോവുക, കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു തന്ത്രത്തിനും ഉപാസനയ്ക്കും ഭക്തിക്കും ഒക്കെ 2 രീതിയിലുണ്ട്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, നോൺ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഒരു ഫ്രീഡം നമുക്ക് ഉണ്ടാവും, എന്തും ചെയ്യാം, അങ്ങനെയുള്ള. പക്ഷേ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൽ എൻ്റർ ആയി കഴിയുമ്പോൾ പിന്നെ അതിൻ്റേതായ പദ്ധതികൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ടു ടെക്നിക്കലായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്, ഭയങ്കര ടെക്നിക്കലാണല്ലോ എന്ന്. പക്ഷേ ഈ ടെക്നിക്കലായിട്ടുള്ള ഒരു പീരീഡിലൂടെ കടന്നാൽ മാത്രമേ ഉള്ളൂ, കെട്ടിയ ശേഷം മാത്രമേ അഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അഴിഞ്ഞു കിടക്കുന്നതിനെ കെട്ടണം, കെട്ടിയിട്ട് അഴിക്കാം. നമ്മളിപ്പോൾ ഈ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ നീലാചലത്തിൽ നിന്നൊരു മഹാനായ ഒരു പരമ്പരയുടെ ഒരു കണ്ണി ഒരാൾക്കൊരു ദീക്ഷ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഗുരുവും ശിഷ്യനും തമ്മിൽ കാണുന്ന പോലും ഉണ്ടാവില്ല. ചില സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ മണ്ഡലികളിൽ ആ ഒരു ഗുരുവിനെ എവിടെയോ കുംഭമേളയിലോ മറ്റോ പോയപ്പോഴാണ് ഇദ്ദേഹം കാണുന്നത്. അവിടെ വെച്ച് ദീക്ഷ കൊടുക്കുന്നു. പിന്നീട് ഗുരുവും ശിഷ്യനും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ല.
കേരളത്തിൽ നിന്ന് പ്രശസ്തമായ പരമ്പര പറയുന്നതായ ശ്രീവിദ്യാ പരമ്പരത്തിൽ ഒരു പ്രധാന ഗുരു അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു സ്ഥലത്ത് തീർത്ഥയാത്രയായിട്ട് വന്നപ്പോൾ അവിടെ ഈ വ്യക്തിയെ കാണുകയും ദീക്ഷകളെല്ലാം കൊടുത്തു പോവുകയും ചെയ്തു. പിന്നീട് അവർ തമ്മിൽ യാതൊരു കണക്ഷൻ ചിലപ്പോൾ ഉണ്ടായിട്ടില്ല. അതെന്നാണ് ഈ പരമ്പര ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. തൻ്റെ കയ്യിലിരിക്കുന്ന സമ്പാദ്യമെല്ലാം അനുയോജ്യനായ ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൈമാറിയത് പോലെ. എന്നാൽ ആ ഗുരുവിൻ്റെ പരമ്പര ഇപ്പോഴും വേറൊരു സ്ഥലത്ത് തുടരുന്നുണ്ട്. ഇത് തുടരുന്നുണ്ട്. കാരണം വിദ്യ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഒഴിഞ്ഞു പോവില്ല. അത് നമ്മുടെ അടുത്ത് ഇരട്ടിയായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ വേദത്തിൽ പറയുന്നത് തേജസ്വിനാവതീത വസ്തു എന്ന് പറഞ്ഞാൽ കൊടുക്കുന്തോറും ഏറിടും എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അത് വീണ്ടും വീണ്ടും സ്ഫുരിച്ചുകൊണ്ടേയിരിക്കും നമുക്ക്. അപ്പം പിന്നീട് ഒരിക്കലും ചില സമയത്ത് ചില ആൾക്കാർക്ക് ഗുരുവിനെ കണ്ടെന്നിരിക്കില്ല. പക്ഷെ ആ കൊടുക്കുന്ന ആ ഒരു പരമ്പരയുടെ ബലം, അല്ലെങ്കിൽ അത് ഗുരുപരമ്പരയുടെ ബലമാണ്. അതായത് തുടർന്ന് പോരുന്ന അവിഛിന്നമായ ദക്ഷിണാമൂർത്തി അഘോരനിൽ തുടങ്ങി സ്തോത്രത്തിലൂടെ പറയുകയാണെങ്കിൽ യാ അഘോരാധിപരേതൈഹി പാരമ്പര്യക്രമഗതൈർനാഥൈഹി, നാഥന്മാർ പാരമ്പര്യക്രമത്തിലൂടെ തുടരുകയാണ്. അഘോരനിൽ നിന്ന് തുടങ്ങുന്ന ഒരു ക്രമമാണിത്. ഈ എല്ലാ ക്രമങ്ങളും ആ ഒരു ക്രമമാണ്. ശൈവമായാലും വൈഷ്ണവമായാലും മന്ത്രശാസ്ത്രത്തിൻ്റെ ക്രമങ്ങളുടെ എല്ലാം ആദ്യ ഗുരു അഘോരമൂർത്തിയാണ്. അതിൽ നിന്ന് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് എല്ലാം ആ ഒരു മൂർത്തിയാണ്. നമ്മൾ അഘോരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ രീതിക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഭഗവതിക്ക് ഉപദേശിക്കുന്നതായ ഒരു തന്ത്രം, ഒരു സിദ്ധാന്തം, ആ സിദ്ധാന്തം ഭഗവതിയിൽ നിന്ന് പ്രകാശിതമാകും, പലരോടിലേക്ക് പ്രകാശിതമാകുകയാണ്. ശൈവമായാലും വൈഷ്ണവായാലും ചില ശ്ലോകങ്ങളൊക്കെ നോക്കുമ്പോൾ മാധവേന പ്രകാശിതം എന്നും കുമാരേണ പ്രകാശിതം എന്നും കാണാറുണ്ട്. രണ്ട് രീതിയിലും കാണാറുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തന്ത്രസമുച്ചയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലും കുമാര തന്ത്രങ്ങളാണ്. കുമാരബലി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഈ കോഴിക്കാട്ട് വെച്ചൊക്കെ എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണാറുണ്ട്. ഈ ജിതന്തേ പുണ്ടരീകാക്ഷ എന്ന് പറഞ്ഞൊരു ശ്ലോകദ്വയം തന്ത്രശാസ്ത്രത്തിൽ തന്ത്രസമുച്ചയക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ആഗമങ്ങളിൽ ഇതേ ജിതന്തയുണ്ട്. ജിതന്ത 4 അധ്യായങ്ങളോട് കൂടിയ ജിതന്തയാണ്. കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് സുബ്രഹ്മണ്യ നമസ്തേസ്തു എന്ന് പറഞ്ഞാണ്. ആഗമങ്ങളിലെ ജിതന്തയിൽ സുബ്രഹ്മണ്യ ശബ്ദം ഉണ്ടാവില്ല. ഋഷികേശ എന്ന് പറഞ്ഞാൽ അത് 2 വെർഷൻ ഉള്ളതുകൊണ്ടാണ്. അതെ, സുബ്രഹ്മണ്യന് നാരായണനല്ല എന്ന് പറയാനും പറ്റില്ല. എന്നാൽ കുമാരായണ പ്രകാശിതം എന്ന് പറയുന്നത് കൊണ്ട് ഇത് സുബ്രഹ്മണ്യനിലൂടെ പ്രകാശിതമാണ് ഈ സൈഡിലേക്കുള്ള തന്ത്രശാസ്ത്രങ്ങൾ എന്നുള്ളതാണ്. സോ സുബ്രഹ്മണ്യനിലൂടെയും തന്ത്രശാസ്ത്രങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്, നാരായണനിലൂടെയും തന്ത്രശാസ്ത്രങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. എന്തായാലും ആ പാരമ്പര്യത്തിനാണ് പ്രാബല്യം. ഈ പറഞ്ഞ പോലെ ഗുരു വരാം, ഗുരു കൂടെ നമ്മുടെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അവസാനിക്കുന്നത് വരെ നമ്മുടെ കൂടെ തുടരാം, അല്ല ഗുരു വന്നു പോവാം. അത് പല സാഹചര്യങ്ങളുണ്ടാവാറുണ്ട്. പല ആളുകൾക്കുമുള്ളൊരു സംശയമാണ്, എന്താണ് കൗളം, എന്താണ് ശാക്തേയം, അങ്ങനെ ഇതെങ്ങനെയാണ് വേർതിരിക്കുന്നത്? ഇത് ഒന്ന് വിശദീകരിക്കാം. വളരെ സിമ്പിളർ ടേംസിൽ പറഞ്ഞാൽ, ഡെഫിനിഷൻ്റെ ടേമിൽ പറഞ്ഞാൽ അകുലം എന്നാൽ ശിവൻ, കുലം എന്നാൽ ശക്തി, കുലാകുല സംയോഗം കൗളമിത്യവിധീയത എന്നാണ്. ഇത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ശുദ്ധമായിട്ട് പറഞ്ഞാൽ കൗളം എന്ന് പറയുന്നത് കുലത്തെ സംബന്ധിച്ചത് എന്നുള്ള ഇത് നോക്കിയാൽ അതിനെ 2 രീതിക്കെടുക്കാം. ഒന്ന് ഒരു പർട്ടിക്കുലർ തന്ത്രശാസ്ത്രത്തിലെ ക്രമങ്ങളിൽ അധിഷ്ഠിതമായ രീതി, മറ്റൊന്ന് പാരമ്പര്യമായ അതാത് കുലങ്ങളിൽ എക്സിസ്റ്റ് ചെയ്തു പോന്നിരുന്നതായ പൂജാപദ്ധതി. അപ്പോൾ ആ കുലത്തിൽ മാത്രമായിരിക്കും, ആ കുലത്തിൽ മാത്രമാണ്. നമ്മൾ വേറെ പോയി അത് അഡോപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്തോളണം യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതിൽ തന്നെ അപ്പോൾ കൗളം എന്ന് പറയുന്നത് വലിയൊരു അച്ഛൻ അമ്മ മകൻ, അച്ഛൻ അമ്മ മകൾ, ഇതെല്ലാം കുലമാണ്. ഈ കുലം എന്ന് കുലത്തെ സംബന്ധിച്ചതായ അനുഷ്ഠാന പദ്ധതി കൗളം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടേമിൽ പറയാം. അപ്പോൾ മന്ത്രം, ദേവത, ഗുരു, ശിഷ്യൻ, കുലമായി. അത് സംബന്ധിച്ചതായ അനുഷ്ഠാന പദ്ധതികളെല്ലാം കൗളമാണ്. അപ്പോൾ അതിന് വലിയൊരു ബ്രോഡർ പെർസ്പെക്റ്റീവാണ് കൗളത്തിന് ഉള്ളത്. അപ്പോൾ ഈ ശാക്തേയം എന്ന് പറയുന്നത് കൗള സമ്പ്രദായത്തിൽ ഒരു എലമെൻ്റാണ്.
ശൈവം വൈഷ്ണവം ശാക്തേയം എന്ന് പറയുമ്പോൾ ശൈവത്തിൽ ശിവനാണ് പ്രധാനം. പരമശൈവർക്ക് ഭഗവതിയെ പോലും അവർ രണ്ടാം പക്ഷം അടിക്കും. അവർ ഒരു ദാക്ഷിണ്യമില്ലാതെ പ്രളയകാലത്ത് ഭഗവതി പോലും ശിവനിൽ ലയിച്ചു ചേർന്നു എന്ന് പറയും. പക്ഷേ അവർക്കതിന് യാതൊരു ബേസും ഇല്ല. ഞാൻ ഇന്നലെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് ഏതോ ഒരു ഇതിൽ പറയുന്നത് കേട്ടതാണത്. പ്രളയകാലത്തിൽ അംബിക പോലും ഭഗവാനിൽ ലയിച്ചു എന്ന്. ഞാൻ ഒരു മനസാക്ഷി വേണ്ടേ പറയുമ്പോൾ? ശിവശക്തിയാ യുക്തോ യതിഭവതിയാണ്. അല്ലാതെ ശിവന് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നാണ്. തിരിച്ച് പറയുന്നില്ല. തിരിച്ച് നമ്മൾ കൊളോക്കിയൽ ബേസിൽ ശിവനില്ലാതെ ശക്തിയില്ല എന്ന് പറയുന്നത് ഒരു കൊളോക്കിയൽ സെൻസിൽ മാത്രമാണ്. ഒരു ഗ്രന്ഥങ്ങളിലും ശക്തിയില്ലെങ്കിൽ ശിവമില്ല എന്നേ പറയുന്നുള്ളൂ. വേദത്തിലായാലും അത് തന്നെയാണ് എടുക്കുന്നത്. ദ്രാപേ അന്തസസ്പദേ ദരിദ്രൻ നീലലോഹിത യേഷാം പുരുഷാണാം യേഷാം പശൂനാം മാഭേർമാരോമോ യേഷാം കിഞ്ചനാമത് യാതേ രുദ്രശിവ തനൂശിവ വിശ്വാഘഭേഷജി ശിവാരുദ്രസ്യ ഭേഷജി തയാനോ മൃഡജീവസേ. രുദ്രപ്രശ്നത്തിൽ 11ാമത്തെ അനുഭാഗത്തിൽ ശിവാരുദ്രസ്യ ഭേഷജി, ലോകത്തിന് മുഴുവൻ രുദ്രൻ ഭേഷജം മരുന്ന്, രുദ്രന് ഭഗവതി മരുന്ന്. ഭഗവതി ഇല്ലെങ്കിൽ തയാനോ മൃഡജീവസേ, ചത്തുപോയതായിട്ട് കണക്കാക്കാം. ശിവൻ ചത്തുപോയ ഭഗവതി ഉണ്ടല്ലോ ദശമഹാവിദ്യയിലാണെങ്കിലും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം, തിരോധാനം, അനുഗ്രഹം എന്ന് പറയുന്ന 5 കൃത്യങ്ങളിൽ തിരോധാന അവസ്ഥയിൽ ശിവനില്ല. തിരോധാനം കഴിഞ്ഞ് ലയമല്ലേ വരുന്നത്? അതെ, ഈ അനുഗ്രഹം എന്ന് പറയുന്നതും ലയം എന്ന് പറയുന്നതിനാണ് സംഹാരം. ഈ ലയം എന്നുള്ള വാക്ക് കാശ്മീര സിദ്ധാന്തത്തെ സംഹാരം എന്ന് ഉപയോഗിക്കില്ല, ഡിസ്ട്രക്റ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കില്ല, ലയം എന്നേ ഉപയോഗിക്കുള്ളൂ. തിരോധാനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കില്ല, അനാഖ്യ എന്ന് പറയും. അനുഗ്രഹം എന്ന് ഉപയോഗിക്കില്ല, ഭാസ എന്ന് പറയും. അപ്പോൾ ഈ തിരോധാന കാലഘട്ടത്തിൽ ശിവനില്ല, ഭഗവതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശൈവരുടെ പോയിന്റിൽ അത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ ശൈവരെ സംബന്ധിച്ചിടത്തോളം ശിവൻ മാത്രമേ ഉള്ളൂ. വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി 2ാം പക്ഷ. അത് വിശിഷ്ടാദ്വൈതികൾക്കെങ്കിലും ലക്ഷ്മി ഒരു കാലത്തും പിരിയുന്നില്ല. പക്ഷെ മാധുരം വൈഷ്ണവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഭഗവാൻ മാത്രം മതി ഒരു പക്ഷം. അങ്ങനെ ഒരു പക്ഷമാണ്. ശാക്തേയത്തിൽ ഇതേപോലെ ശക്തി പ്രധാനമാണ്, ശിവന് പ്രാധാന്യം തീരെ കുറവാണ്. ഞാൻ ചോദിക്കുന്നത് ഈ കൗളം എന്ന് പറയുന്നത് ശാക്തേയത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്? കൗളം പൊതുവിൽ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. കൗളം ഒരു മാർഗമാണ്. ഈ ഗുരു ശിഷ്യ ദേവതാ മന്ത്രം ഉള്ള ആ ഒരു സെറ്റപ്പിനെല്ലാം കൗളം എന്ന് തന്നെ പറയാം. സാധാരണ ഇതിലിപ്പോൾ കണ്ടുവരുന്നത് ഈ കൗളാചാരം എന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചമകാരം അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ്. പഞ്ചമകാരങ്ങളോട് കൂടിയ പൂജയ്ക്ക് കൗളം എന്ന് പ്രത്യേകിച്ച് ഡെഫിനേഷനുകൾ തന്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഉള്ള പൂജകളെ മാത്രമേ കൗളം എന്ന് വിളിക്കാൻ പറ്റൂ? അല്ല, കൗളത്തിൽ ചേർന്നതാണ് സമയാചാരം. സമയാചാരം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു ആചാരമേ ഇല്ല. പൂജകളില്ലാതെ ജപം മാത്രമാണ് കൗളത്തിലുണ്ടത്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. കാരണം കൗളമാർഗത്തിൽ അനുഷ്ഠിക്കുന്നതായ ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ് രാത്രി കാലത്ത് കിടന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അനുഷ്ഠാനങ്ങളിൽ എടുത്ത് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നോക്കിയാൽ ഈ പറയുന്ന ദക്ഷിണാചാരം, സമയാചാരം, വാമം, ഇതിലൂടെയൊക്കെ അയാൾ ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്. ഏറ്റവും വലിയ സമയി എന്ന് പറയുന്നത് കൗളനാണ്. പരശുരാമ കൽപ്പസൂത്രം എടുത്ത് നോക്കിയാൽ തന്നെ ആരംഭ തരുണ എന്ന് തുടങ്ങുന്നതായ ഒരു സൂത്രമുണ്ട്. സൂത്രത്തിലേക്ക് നമ്മൾ കടക്കണ്ട. അപ്പോൾ അതിൽ പ്രൗഢാന്തം സമയം എന്ന് പറയുന്നത് പല ഉല്ലാസങ്ങളിലൂടെ പല സ്റ്റേജുകളിലൂടെ ഒരു സാധകൻ കടന്നു പോവുകയാണ്. ആരംഭം, തരുണം, യൗവനം മുതലായ അവസ്ഥകളിലൂടെ ഒരു സാധകൻ, പൂർണ്ണദീക്ഷിതനായ ഒരു സാധകൻ കടന്നു പോകുന്ന അവസ്ഥകളാണ്. പ്രൗഢം എന്ന് പറയുന്ന ഒരവസ്ഥ, അതുവരെയും സമയാണ് കൗളൻ. അതിനപ്പുറത്തേക്ക് സ്വേച്ഛാചരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തോന്നിയ പോലെ നടക്കുക എന്നുള്ളത് സ്വേച്ഛാചരണത്തിൻ്റെ അർത്ഥം. അതായത് ഇപ്പം വളരെ കൃത്യമായ ഒരു നിയമാവലിക്ക് ചിലപ്പോൾ വഴങ്ങണ്ട. പക്ഷേ
അന്ന് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഒരു അനുഷ്ഠാനത്തെ വിട്ടുകളയല്ല ചെയ്യുന്നത്. നമുക്ക് പ്രയോറിറ്റികളുള്ള സമയത്ത് ആ പ്രയോറിറ്റികളിലൂടെ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളെയും ചേർത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വളയമുണ്ടാവും, ഇച്ചിരി വലിയ വളയമായിരിക്കും. വളയമില്ലാതെ ചാടാൻ പഠിക്കില്ലേ? അതെ, വളയമില്ലാതെ എന്നാൽ വളയത്തിനകത്ത് തന്നെ ചാടും. അതെ, അതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഈ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവിധ സമ്പ്രദായത്തിലുള്ളവരെയും നമുക്ക് കൗളെന്ന് തന്നെ വിളിക്കണം. കാരണം ഈ പഞ്ചമകാരങ്ങളെ കൊണ്ട് ചെയ്യുന്ന അനുഷ്ഠാനത്തിനെ മാത്രം കൗളം എന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ നിർത്താൻ പറ്റില്ല. കുലത്തെ സംബന്ധിച്ചതാണ് കൗളം. ഈ ദക്ഷിണം, വാമം, മിശ്രം ഇതൊക്കെ ഏത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പദ്ധതികളും മിശ്ര പദ്ധതികളാണ്. ശുദ്ധമായ പദ്ധതികളൊന്നും ഒരിടത്തും ഇല്ല. അപ്പം മിശ്ര പദ്ധതികളാണ് ഈ ഇതിൻ്റെ എസൻസും. ഇപ്പോൾ ഒരു പൂജ എടുത്താൽ പൂജയ്ക്ക് പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അയാൾ രാവിലെ എഴുന്നേറ്റ് കാലകൃത്യം ചെയ്തിരിക്കണം, കുണ്ടലിനിയെ ധ്യാനിച്ചിരിക്കണം, അയാൾ സന്ധ്യാവന്ദനം ചെയ്തിരിക്കണം, വേണ്ട പൂർവോക്തമായ ന്യാസങ്ങൾ മുഴുവൻ ചെയ്ത് ഭൂതശുദ്ധി ചെയ്തിരിക്കണം. ഇത്രയും കാര്യം കഴിയുമ്പോൾ ഇയാളിവിടെയൊക്കെ സമയാചാരം അനുഷ്ഠിക്കുകയാണ്, ഇവിടെയൊക്കെ ദക്ഷിണാചാരം അനുഷ്ഠിക്കുകയാണ്. പൂജ തുടങ്ങുന്ന സമയത്ത് ആണെങ്കിലും അവിടെ ആവശ്യത്തിനുള്ള ദേഹശുദ്ധികൾ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് പാത്രങ്ങളുടെ സ്ഥാപനമാണ്. സുധാകുംഭാദികളുടെ സ്ഥാപനം ചെയ്യുന്നതായ സമയത്ത് ഇയാൾ ഒരു ഡ്യുവാലിറ്റിയിലാണ് വർത്തിക്കുന്നത്. അത് വേറെ, നമ്മൾ വേറെ സാധകന്മാർ. ആ പ്രക്രിയകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഇയാൾ കൗളമാർഗത്തിലുള്ള പൂജാ പദ്ധതികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു സെക്കൻഡിൽ ഇത് കഴിഞ്ഞ ഉടനെ അയാൾ പിന്നീട് ആന്തര യാഗത്തിലേക്ക് കിടക്കുകയാണ്. പിന്നീട് അയാൾ ചെയ്യുന്നതെന്ന് പറയുന്നത് അന്തർയാഗമാണ്. വീണ്ടും സമയമായി. പിന്നീട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പൂജയാണ്, ദക്ഷിണാചാരിയായി. ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ ദക്ഷിണാചാരി അല്ല എന്നും പറയാൻ പറ്റില്ല. ഇന്ന് പൊതുവെ പ്രത്യക്ഷത്തിൽ ദക്ഷിണാചാരി എന്ന് വിളിക്കുന്നത് ഒരു രണ്ട് രീതിയിലുള്ള പൂജക്കാരെയാണ്. ഒന്നുകിൽ പത്മമിട്ട് ഈ കേരള തന്ത്രത്തിലെ മറ്റേ നമ്പൂതിരിമാരുടെ രീതിയിലുള്ള പൂജ കഴിക്കുന്ന ദക്ഷിണാചാരം എന്ന് പറയും. തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാല് വെച്ച് പൂജ ചെയ്യുന്നവർ ദക്ഷിണാചാര്യം എന്ന് വിളിക്കും. പക്ഷേ ശരിക്കും ദക്ഷിണാചാരത്തിന് അങ്ങനെ ഒരു ഡെഫിനേഷൻ ഇല്ല. ദക്ഷിണാചാരം ഉണ്ട് എന്ന് പറയപ്പെടുന്നതെന്ന് പറയുന്നതായ ബ്രഹ്മയാമള ഭാഗങ്ങളോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും നമുക്കിന്ന് കിട്ടാൻ പോലും ഇല്ല. അതുകൊണ്ട് ഇത് ആക്ച്വലി എന്താണ് ആചരണം എന്നുള്ളത് നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബ്രഹ്മയാമളത്തിലായിരുന്നു ദക്ഷിണാചാരം. ബ്രഹ്മയാമളത്തിൽ അങ്ങേയറ്റം ഉണ്ട് ഇങ്ങേയറ്റം ഉണ്ട്. ബ്രഹ്മയാമളത്തിൻ്റെ വാമഭാഗങ്ങൾ മുഴുവൻ കിട്ടാനുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ടും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഈ വാമാചാരത്തിൻ്റെതായ കർത്തവ്യങ്ങളെ പറ്റി മുഴുവനും പറയുന്നുണ്ട്. മറ്റേ സൈഡ് കിട്ടാനില്ല, കാണാനുമില്ല. അപ്പോൾ ഇത് തനിത്തനിയായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഒരു മനുഷ്യൻ രാവിലെ തൊട്ടുള്ള അയാളുടെ ഉപാസന രീതിയിൽ ഇതെല്ലാത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. അതിൽ അയാൾ എല്ലാത്തിനും നോൺ ഡിഫറൻ്റ് ആയിട്ട് ഇങ്ങനെ കടന്നു പോകുന്നതായ ഒരു അവസ്ഥ. അതായത് ഇങ്ങനെ ഏറി ഇറങ്ങി പോവുകയാണ്. പരമാനന്ദ തന്ത്രം എന്ന് പറഞ്ഞൊരു തന്ത്രമുണ്ട്. ഓരോ ചാപ്റ്ററിലും ഓരോ പോയിന്റുകളിൽ ഒരു വരി എഴുതും. ക്ഷണം ന കിഞ്ചിതബി ചിന്തയേത്. ഒരു നിമിഷ നേരത്തേക്ക് നമ്മൾ ബ്ലാങ്കായി പോകാനാണ് പറയുന്നത്. എന്നിട്ട് നെക്സ്റ്റ് റീസ്റ്റാർട്ട്. അത് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. കുണ്ടലിനി ധ്യാനം എന്ന് പറഞ്ഞല്ലോ, ഭാസ്കർ നായർ ബാഹ്യപരിവസ് എഴുതുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കുണ്ടലിനി ധ്യാനം ഒന്നും സാമാന്യ മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഒരു കുണ്ടലിനി ആർക്കും ഉണരുകയല്ല. അതുകൊണ്ട് ഇത് എഴുതി വെച്ച് വായിക്കാം. മൂലാധാരത്തിൽ ഇന്ന മാതിരി, സ്വാധിഷ്ഠാനത്തിൽ ഇന്ന മാതിരി, ഇങ്ങനെ സഹസ്രാനം വരെ പോയി അതിനപ്പുറത്തേക്ക് നാദാന്ത ആദികളിലൂടെ എല്ലാം ദേവതകളെ നമ്മളുണ്ട് എന്ന് എൻവിസാജ് ചെയ്തതിന് ശേഷം, ശരീരം ശ്രീചക്രമയമായി ചിന്തിച്ചതിന് ശേഷം ഈ കുണ്ടലിനി ഉദ്ധാപനം ചെയ്യുന്നു എന്ന് വിചാരിക്കുക, മുകളിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. മാനിഫെസ്റ്റേഷൻ മാത്രം. ഇത് നടപടിയുള്ള കാര്യമല്ല. പക്ഷേ എന്ന് വെച്ചിട്ട് ഇത് വിടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നടപടി അല്ലാത്തത് കൊണ്ട് ഇത് എഴുതി വെച്ചെങ്കിലും വായിക്കണമെന്ന് അദ്ദേഹം വാര്യസയിൽ കമ്പൽസറി പ്രാക്ടീസ്. ഈ എഴുതി വെച്ച് വായിച്ച് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ദിവസം അത് പ്രാക്ടിക്കൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. പോസിബിളായിട്ടുള്ള കാര്യങ്ങളെ അവർ പറയുള്ളൂ. ഈ പഴയ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നത് ആരെങ്കിലും ഒരാൾ ഇത് ചെയ്ത് പ്രൂവ് ചെയ്ത സംഗതി ആയിരിക്കും എന്നാണ് പറയുന്നത്. ആണ്. ഇപ്പൊ ഭൂതശുദ്ധിയുടെ ക്രിയകൾ നോക്കിയാലും അതെ.
ബോധശുദ്ധിക്ക് ഇഷ്ടം പോലെ ഒരു പരശുരാമകൽപസൂത്രത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ള ബോധശുദ്ധിയിൽ വെച്ച് ഏറ്റവും സിംപ്ലസ്റ്റ് ബോധശുദ്ധി. അത് തന്നെ എത്ര മാത്രം പിടിക്കണമെന്നും എത്രമാത്രം ഇഴുക്കണം എന്നും ഒന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വളരെ ചെറിയ ഒരു എസെൻഷ്യാലിറ്റിയാണ്. പൊതുവെ ഞങ്ങളുടെയൊക്കെ പരമ്പരകളുടെ അഭിപ്രായത്തിൽ ബോധശുദ്ധിക്ക് 24 മണിക്കൂറാണ് വാലിഡിറ്റി. ഇന്ന് ചെയ്താൽ നാളെ ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ദിവസവും ബോധശുദ്ധി, ദിവസവും മണിക്കൂറിന് ബോധശുദ്ധി ചെയ്യണ്ട. രാവിലെ ചെയ്താൽ രാത്രി വരെ വാലിഡിറ്റി ഉണ്ട്. ഗായത്രിയുടെ ഉപാസനയിൽ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് ബോധശുദ്ധി ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആണ്. പാപപുരുഷനെ ചിന്തിക്കണം, പുണ്യപുരുഷനെ ചിന്തിക്കണം, പാപപുരുഷനെ ഇറക്കി വിട്ട് ഓടിക്കണം, ഇങ്ങനെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുണ്ട്. ഇപ്പോൾ ഇതിൽ ഇടയ പിങ്കളയ എന്ന് പറഞ്ഞിട്ട് മാറി മാറിയാണ് ശ്വാസം പൂരിക്കാൻ പറയുന്നുണ്ട്. ഒരു ഡോക്ടറായിട്ട് സംബന്ധിച്ച് ഈ ശരം എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണ പോരാ. പക്ഷേ ശരം അനുസരിച്ച് ഇടയും പിങ്കളയുടെയും ഈ എക്സൈൽ ഇൻഹൈലിൻ്റെ പൊസിഷൻ മാറുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ അന്നത്തെ ശരം അറിയാവുന്ന ആൾക്ക് ഒരു ബോധശുദ്ധി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, പൊതുവിൽ മേജറായിട്ടുള്ള ഡീറ്റെയിൽഡ് തന്ത്രങ്ങളിലൊക്കെ പറയുന്നത് 16 പോയിന്റിൽ ഇൻഹെയിലും 64 പോയിന്റിൽ ഹോൾഡും 32 പോയിന്റിൽ എക്സൈലുമാണ്. 4 പോയിന്റും 16 പോയിന്റിലൊക്കെ ഇൻഹെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മന്ത്രം അത്ര ഇഴുക്കണം. ഏത് മന്ത്രം കൊണ്ടാണ് ഉപാസിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ 16 ആവർത്തിയാണ്. അപ്പോൾ വലിയ മന്ത്രങ്ങളാകുമ്പോൾ അതനുസരിച്ച് പ്രാക്ടീസ് വേണം. ഇപ്പോൾ വാരാഹിയെ കൊണ്ടൊക്കെ ഒരു 16ഉം 64 ഒന്ന് ആലോചിച്ച് നോക്കണം. അതെ, മാലാമന്ത്രങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ആലോചിച്ചത്. അങ്ങിപ്പോൾ ഏത് പദ്ധതിയിലാണ്? അതായത് കവളമാണോ വൈഷ്ണവ? കവളമാണ്. ഞങ്ങളുടെ കവള പരമ്പരയാണ്, ശ്രീവിദ്യ കവള പരമ്പരയാണ്. 12ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു വൈഷ്ണവ സിദ്ധനുണ്ടായിരുന്നു, കവിരാജ പണ്ഡിതർ, വിറൈ കവിരാജ പണ്ഡിതർ എന്ന് പറയുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നത് മധുര പ്രാന്ത പ്രദേശങ്ങളിലാണ്. ചോളദേശത്ത് ഒരു അന്ന് ഏർലിയസ്റ്റ് സ്റ്റേജിൽ ചോളദേശത്ത് ജനിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സമാധിയൊക്കെ ഇന്നുള്ളത് മധുരയിൽ നിന്ന് 150 കിലോമീറ്റർ ഒരു സ്ഥലത്താണ്. അദ്ദേഹത്തിന് ഉപദേശം നേരിട്ട് മീനാക്ഷിയാണെന്നാണ്. അമ്മൻ തന്നെ നേരിട്ട് കൊടുത്തത്. മധുര പരമ്പരയിൽ ആദ്യ ശിവ മീനാക്ഷമ്പ ആണ്. ഈ കവിരാജ പണ്ഡിതർക്ക് അംബാനന്ദനാഥാണ് ദീക്ഷാനാമമുണ്ട്. ഇദ്ദേഹം തമിഴ് ലിറ്ററേച്ചറിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് സംഭാവന ചെയ്ത ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായ 2 ലിറ്ററേച്ചർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് വാരാഹി മാലൈ എന്ന് പറഞ്ഞിട്ട് തമിഴ്, മറ്റൊന്ന് വാരാഹി ദേവിയെ കുറിച്ചാണ്. ആണ് മുഴുവനും ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് വാരാഹിയെ പറ്റിയിട്ടാണ്. അങ്ങനെ അദ്ദേഹം വാരാഹിയുടെ ഒരു വലിയ ഉപാസകനായിരുന്നു. അതിൻ്റെ വാരാഹിമാലയുടെ തുടക്കത്തിൽ പരശുരാമൻ്റെ സമ്പ്രദായത്തിൽ ചേർന്നതാണ് ഞാൻ എന്ന് അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് അഭിരാമി പാടൽ. അഭിരാമി അന്താദിയല്ല, അഭിരാമി പാടൽ. അഭിരാമി പാടലിനെ ബേസ് ചെയ്തിട്ടാണ് പിൽക്കാലത്ത് അഭിരാമഭട്ടർ അഭിരാമി ബന്ധാതി രചിക്കുമ്പോഴും അതിന് ഇൻഫ്ലുവൻസ്ഡ് ആണ്. തിരുക്കടയൂരുമായിട്ട് ബന്ധം ഇല്ല. ഈ അഭിരാമി എന്ന് ഉദ്ദേശിക്കുന്നത് സൗന്ദര്യത്തിൽ രമിക്കുന്നവളായ, ആക്ച്വലി ഈ പുസ്തകം എന്ന് പറയുന്നത് സൗന്ദര്യലഹരിയുടെ തമിഴ് ട്രാൻസ്ലേഷനാണ്. അഭിരാമി പാടൽ. അഭിരാമി പാടൽ തന്നെ കണ്ടെടുത്തിട്ട് അധികം നാളായില്ല. വാരാഹിമാല ഒത്തിരി സിദ്ധ ട്രഡീഷനിലൊക്കെ പണ്ട് തൊട്ടേ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഒരു സംശയം ചോദിക്കട്ടെ, ഈ അഭിരാമി പാടൽ സൗന്ദര്യലഹരിയിൽ നിന്ന് എടുത്തിട്ടുള്ള അതിൻ്റെ ഒരു തമിഴ് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ അഭിരാമി അന്താദി പക്ഷേ അങ്ങനെ അല്ലല്ല. അഭിരാമി അന്താദി എന്ന് പറയുന്നത് തിരുക്കടവൂർ അഭിരാമിയെ പറ്റി ലളിതയായി കണ്ട് പണ്ട് നേരിട്ട് ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ സംഭവിച്ച അപ്പോൾ സംഭവിച്ചതായ ഒരു അഭിരാമിപ്പെട്ട എഴുതി. അപ്പോൾ അഭിരാമി പാടൽ എന്ന് പറയുന്നതിനെ കണ്ടെടുത്തിട്ട് തന്നെ അധികം നാളായില്ല. പബ്ലിക്കേഷനിൽ തന്നെ വരുന്നതേ. വാരാഹിമാല അങ്ങനെയല്ല. വാരാഹിമാല ധാരാളം പേര് ഉപാസിക്കുകയും സിദ്ധ ട്രഡീഷനിലുള്ളവരൊക്കെ ധാരാളം ഉപാസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു സ്ട്രിക്റ്റായ ശ്രീവിദ്യാ പരമ്പര ഉണ്ടായിരുന്നു. ഈ വാരാഹിമാലയിൽ വരാഹി ദേവിയുടെ വിവിധ വരാഹി രൂപങ്ങളെ കുറിച്ച് ഉണ്ടോ? അതോ അല്ല, പ്രധാന മഹാവാരാഹിയുടെ രൂപങ്ങളും അതിൻ്റെ അനുഷ്ഠാന കാര്യങ്ങളും മഹാവാരാഹി മാത്രം. അതെ, മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലെനിക്ക് ചെറിയ ഒരു ഇതെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോഴൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ ഗുരുവായിട്ട് പോലും അതിരുന്നൊന്നും സംസാരിച്ചിട്ടില്ല. അതിൽ പറയുന്ന വാരാഹിയുടെ യന്ത്രം എന്ന് പറയുന്നത് അദ്ദേഹം പരശുരാമകൽപസൂത്രക്കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ യന്ത്രം തന്ത്രരാജതന്ത്രം അനുസരിച്ചുള്ള യന്ത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്.
അത് അത് ഒരു ചെറിയൊരു ഗ്ലിച്ചായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. എന്തെങ്കിലും രാജതന്ത്രം പരശുരാമ കൽപ്പസൂത്രത്തെ സൂപ്പർസീഡ് ചെയ്യുന്നുണ്ടോ? ഇത് രണ്ട് പാത്വയാണ്. ഈ ശ്രീവിദ്യയിൽ കാളി മതം എന്നും കാതി മതം എന്നും രണ്ട് മതങ്ങളുണ്ട്. ഇത് കാതി ഹാദി സാദി എന്ന് പൊതുവെ പറയാറുണ്ട്. അത് മന്ത്രം തുടങ്ങുന്ന അക്ഷരത്തെ കൊണ്ടാണ് പറയുന്നത്, അല്ലാതെ അനുഷ്ഠാനത്തെ ബേസ് ചെയ്യുന്നില്ല. പക്ഷെ അനുഷ്ഠാനം, ശ്രീവിദ്യയുടെ അനുഷ്ഠാനത്തിന് കാളി എന്നും കാതി എന്നും രണ്ട് വിഭാഗമുണ്ട്. അങ്ങനെയുണ്ട്. ഈ ഹാദി വിദ്യ ആണെങ്കിലും കാതി വിദ്യ ആണെങ്കിലും ഏത് വിദ്യ ആയാലും ഇതിന് കാതിയും കാളിയുണ്ട്. കാളി മതത്തിൽ ചേർന്നവരാണ് പരശുരാമകൽപ്പസൂത്രം തുടങ്ങിയ തന്ത്ര ഗ്രന്ഥങ്ങളിൽ ചേർന്നതല്ല. അതായത് നമ്മൾ പൊതുവെയുള്ള ശ്രീവിദ്യയല്ല, കാളി മതത്തിൽ ചേർന്നതാണ്. കലനാത് കാളി എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ ആക്ഷനുകൾക്കാണ് അവിടെ കൂടുതൽ, മുദ്രകളായാലും പൂജാ പ്രവൃത്തികളായാലും ശരീരം കൊണ്ടുള്ള ആക്ഷനുകൾക്ക് കൂടുതൽ ചലനങ്ങൾ, അതേത് രീതിയിലുള്ള ചലനങ്ങൾ കൊണ്ടായാലും ഉള്ള വർഷിപ്പുകൾക്ക് പ്രാധാന്യം ഉണ്ട്. കാതി എന്ന് പറയുമ്പോൾ ക ആദിയായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ക പ്ലസ് അ, ക പ്ലസ് ആ, ക പ്ലസ് ഇ, കി അല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ അക്ഷരങ്ങളെ പെരുക്കിയാൽ 576 അക്ഷരം കിട്ടും. പൂർണ്ണമണ്ഡലം എന്ന് പറയും. ഈ പൂർണ്ണമണ്ഡലങ്ങളായിട്ടുള്ള അക്ഷരങ്ങളാണ് നിത്യാമണ്ഡലം എന്ന് പറയുന്നത്. തിരുനിത്യകൾ ഇതിലാണ് വിഹരിക്കുന്നത്. ഈ പൂർണ്ണമണ്ഡല അക്ഷരങ്ങളെ, അതായത് ഈ 51 അക്ഷരങ്ങൾ പൊതുവെ പറയുന്നതിൽ വവ്വൽസിനെ, വ്യഞ്ജനങ്ങളെ സ്വരാക്ഷരങ്ങളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറുകളുടെ അനുസന്ധാനം, മൂലമന്ത്രങ്ങൾ ചേർത്ത് അതിനെ നമ്മൾ റെപ്പിറ്റേറ്റീവായിട്ട് ചില രീതിയിൽ പ്രക്രിയകളിൽ അത് അനുസന്ധാനം ചെയ്ത് 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 പഠിക്കണം. ഇതൊരു തരത്തിൽ ഇതിന് പൂജയുടെ ആവശ്യമില്ല. ഇതൊരു പ്രക്രിയയാണ്, ഇതൊരു റീഡിങ് പ്രോസസ്സാണ്. പക്ഷെ അതിന് ചില പ്രീ റിക്വസിറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പഴയ കാലത്ത് ഇതൊക്കെ കുത്തിപ്പിടിച്ചിട്ട് കണക്ക് കൂട്ടിയാണ് ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുക? ഇത് ഓരോ പ്രോസസ്സിൽ കഴിയുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് മന്ത്രങ്ങളുടെ ജപം ഈ പ്രോസസ്സിലൂടെ തന്നെ നടക്കും. മന്ത്രങ്ങൾ ആവണമെങ്കിൽ ഈ ബീജങ്ങൾ കറക്റ്റായ പ്രൊപ്പോർഷനിൽ യോജിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഒക്കെ ഫിക്സ് ചെയ്താൽ പറ്റും. നമ്മുടെ മൂലമന്ത്രം ഈ മാതൃകാക്ഷരങ്ങളുമായിട്ട് കലക്കുകയാണ്. മൂലമന്ത്രം അങ്ങനെ തന്നെ നിൽക്കും. ഈ മാതൃകാക്ഷരത്തെ അതിനോട് ചേർത്തിട്ടാണ് ഈ പദ്ധതി ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിലെ അമ്മമാരൊക്കെ ശ്രീരാമജയം 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 എന്ന് എഴുതാറുണ്ട്, എല്ലാം ചെയ്യാറില്ലേ? ഏകദേശം ഇതാണ് ഈ പ്രോസസ്സ്. ഇതിനെയാണ് ശ്രീവിദ്യാ പാരായണങ്ങൾ എന്ന് പറയുന്നത്. സഹസ്രനാമത്തിൽ നോക്കിയ നാമപാരായണ പ്രീത, ഈ കാതി വിദ്യയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സഹസ്രനാമം ജപിക്കുക, സ്തോത്രം ജപിക്കുക, അല്ലെങ്കിൽ ദേവിയുടെ നാമങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. നാമപാരായണം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ, ഇത്രയും ഉള്ള അക്ഷരങ്ങളെ ഭഗവതിയുടെ മൂലമന്ത്രത്തോടും ചില അതിൻ്റെ ടെക്നിക്കൽ ടേമുകളോടും കൂടെ ചേർത്ത് പെർമിറ്റേഷൻ കോമ്പിനേഷൻ പോലെയാണ്. ഇപ്പോൾ ബാലാവിംശതിയിൽ നോക്കിയാൽ കാളി കലാമാലിനി മാതങ്കി വിജയാജയ എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട്. അതിൽ പറയുന്ന പാരായണത്തിൻ്റെ പേര് മന്ത്രപാരായണം എന്നാണ്. അതെന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എണ്ണമുള്ള ഒരു റോമെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് പാരായണം ചെയ്യുന്നത്. മൊത്തം പാരായണം 100 ദിവസം എടുക്കും ചെയ്തു തീരാൻ. 100 ദിവസം കൊണ്ട് നമ്മൾ 4 or 5 ലക്ഷം മൂലമന്ത്രത്തിൻ്റെ ജപം നമ്മളെ അറിയാതെ നമ്മളിലൂടെ കടന്നു പോകും. പാരായണ സമയത്ത് നമുക്ക് പൂർണ്ണ ശ്രദ്ധ പാരായണത്തിലല്ലെങ്കിൽ മുമ്പത്തതും പിൻപത്തതും മാറിപ്പോവും. അപ്പോൾ ആ സമയത്ത് ആ ആള് സമയമല്ല എന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് ധ്യാനമില്ല എന്ന് പറയാൻ പറ്റുമോ? അയാൾ ചെയ്യുന്നത് ഒരു ഫിസിക്കൽ പ്രോസസ്സ് ആണെങ്കിൽ പോലും. ഇതാണ് കാതി മതം എന്ന് പറയുന്നത്. ശ്രീവിദ്യാരണത്തിൻ്റെ തുടക്കത്തിൽ വിദ്യാരണ്യ സ്വാമികൾ മതദ്വയ പരിജ്ഞാത സാക്ഷാൽ ശിവോ ഭവേത് എന്നാണ്. 2 മതങ്ങളിലൂടെയും ഒരു പ്രാക്ടീഷണർ കടന്നു പോകണം. കാളിമതത്തിലും അനുഷ്ഠാനം വേണം അയാൾക്ക്, കാതിമതത്തിലും. അങ്ങനെ 2 മതത്തിലൂടെയും അനുഷ്ഠാനം ചെയ്ത ഒരാൾ
സാക്ഷാൽ ശിവതുല്യനാണ്. അത് രണ്ടും അറിയാൻ വേണ്ടിയാണോ പറയുന്നത്? അങ്ങനെ പറഞ്ഞു. രണ്ടും പ്രാക്ടീസിന്റെ ഭാഗമാണ്, പാർട്ട് ആൻഡ് പാർസലാണ്. കാളിമതം കൊണ്ട് മാത്രം അനുഷ്ഠാനം കംപ്ലീറ്റ് ആകുന്നില്ല, കാതിമതം കൊണ്ട് മാത്രം. കാതിമതത്തിൽ പൂജയില്ലെന്നല്ല, തന്ത്രാതന്ത്രം എടുത്ത് നോക്കിയാൽ തിരുനിത്യകളെ കൊണ്ടാണ് ഈ കളി മുഴുവനും. അതിൽ ഒരു സാമാന്യ ഉപാസകനാണെങ്കിൽ പോലും അയാൾക്ക് ചില ആഗ്രഹങ്ങളൊക്കെ കാണും. ഒരു കാർ മേടിക്കണം, അല്ലെങ്കിൽ വീട് മേടിക്കണം, എല്ലാ ആഗ്രഹങ്ങളോടും കൂടി ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനെല്ലാം ഈ തിരുനിത്യ ദേവതകളാണോ ഉപയോഗിക്കാം? തന്ത്രരാജം തന്ത്രം മുഴുവൻ പറയുന്ന പദ്ധതികൾ അങ്ങനെയാണ്. തിരുനിത്യകളെ അസോസിയേറ്റ് ചെയ്ത് ശിവാത്മകമായ ചില മന്ത്രങ്ങളുണ്ട്. ഇതിനൊന്നും തനിച്ച് ദീക്ഷയുടെ ആവശ്യമില്ല. ശിവാത്മക മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ സിദ്ധ മന്ത്രങ്ങളാണ്. അത് ദീക്ഷ വേണ്ട, ഒന്നും വേണ്ട. ഒന്നും ഇല്ല. അപ്പം തിരുനിത്യക്ക് പ്രീ റിക്വസിറ്റ് ഉണ്ടോ? പ്രീ റിക്വസിറ്റ് ഉണ്ട്, ശ്രീവിദ്യാ ദീക്ഷയുണ്ട്. ശ്രീവിദ്യാ ദീക്ഷ ഉള്ളവർക്ക് എന്താ പ്രശ്നം എടുത്ത് ചോദിക്കാൻ കാരണം എന്താ അറിയോ? ഇല്ലെങ്കിൽ നാളെ ഈ പോയി മന്ത്രം എടുത്ത് ഒരു ഗുണം ഉണ്ടാവില്ല. 1000 ലക്ഷം ജപിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ശ്രീവിദ്യ ദീക്ഷയുള്ള ആള്, ആ തിരുനിത്യയുടെ അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരാള്, അതനുസരിച്ചിട്ടുള്ള പാരായണങ്ങൾ ചെയ്തിട്ടുള്ള ഒരാള് ഈ മന്ത്രം എടുത്ത് ഇല്ലെങ്കിൽ നേരെ ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നത് ത്വരിത എവിടെ, വജ്രപ്രസാരിണി എവിടെയെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഒരു പ്രയോജനമല്ല, ത്വരിത എവിടെയും പോവുകയല്ല, അതൊരു പ്രയോജനം കാണില്ല. സാർ, അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ഉപാസനയിലേക്ക് കടക്കണമെന്നും ഗുരുപദേശത്തിൻ്റെ പ്രാധാന്യവും ആചരണങ്ങളെക്കുറിച്ചും കാതിവിദ്യ, സാധിവിദ്യ, ഇതെല്ലാം വളരെ കാതിവിദ്യ ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി, ലളിതമായി അങ്ങ് ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചു. നന്ദി.